ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 42-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 253 തുടങ്ങി 256 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞത് മൂസാ നബി അലൈഹി ഇസ്ലാമിന് ശേഷം വന്ന ഒരു പ്രവാചകൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു അല്ലേ. അതിൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചും ത്വാലൂത്ത് എന്ന രാജാവിനെ കുറിച്ചും പറഞ്ഞു. ജാലൂത്ത് എന്ന് പറഞ്ഞ ഒരു നേതാവിനെ ദാവൂദ് അലൈഹി ഇസ്ലാം കൊന്ന കഥയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇതിനു മുമ്പ് നമ്മൾ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമാണ് കൂടുതലും ഈ സൂറത്തിൽ നമ്മൾ മനസ്സിലാക്കിയതല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രവാചകന്മാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരണത് സത്യപ്രകാരമാണെന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം. അതായിരുന്നു ലാസ്റ്റത്തെ ആയത്ത്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഈ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ അതിലൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുണ്ട് നമുക്ക്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു യഥാർത്ഥ രൂപത്തിൽ വിവരിച്ച് തരാണ്. എന്തുകൊണ്ടാണ്? താങ്കളും ഈ മുർസലുകളിൽ പെട്ട ആളായതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. നിശ്ചയമായും താങ്കൾ മുർസലുകളിൽ പെട്ട ഒരാളാണ് എന്നാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇനി ഈ റസൂലുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, റസൂലുകളെ കുറിച്ച്. അപ്പോൾ ഈ റസൂല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. നബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാർത്ത എത്തിക്കുന്ന ആൾ. നബ എന്ന് വെച്ചാൽ വൃത്താന്തം അറിയിക്കുക, വാർത്ത അറിയിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ നബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹിൽ നിന്നുള്ള സന്ദേശം എത്തിക്കുന്ന ആളാണ്, വാർത്ത എത്തിക്കുന്ന ആളാണ് നബി. എല്ലാ പ്രവാചകന്മാരും നബിമാരാണ്. പക്ഷേ റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ദറജ കൂടിയ ആളുകളാണ്. അതായത് ഈ നബിമാരിൽ തന്നെ വേദഗ്രന്ഥം നൽകപ്പെട്ടവരും പുതിയ ഒരു നിയമം ശരീഅത്ത് കൊണ്ടുവന്ന ആളുകളാണ് റസൂലുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആ റസൂലുകളിൽ തന്നെ അള്ളാഹു പലർക്കും പലതരത്തിലുള്ള ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ട് എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പറയണത്. നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تلك الرسل فضلنا بعضهم على بعض منهم من كلم الله ورفع بعضهم درجات. അങ്ങനെയാണ് തുടങ്ങണേ. അപ്പം തിൽക്കർ റുസുലു, റസൂലിൻ്റെ ബഹുവചന രൂപം പ്ലൂരലാണ് റുസുല്, ജം എന്ന് പറയും അറബിയിൽ. അപ്പോൾ തിൽക്ക എന്ന് വെച്ചാൽ അത് എന്നാണ് അർത്ഥം. ശരിക്കും ഈ തിൽക്ക ഉപയോഗിക്കുന്നത് ദൂരെയുള്ള വസ്തുക്കളെ കാണിക്കാനാണ്. ദൂരെയുള്ള വസ്തുക്കൾ തന്നെ സ്ത്രീലിംഗ രൂപത്തിനെ കാണിക്കാനാണ് തിൽക്ക ഉപയോഗിക്കുക. നമ്മളിപ്പോൾ അടുത്തുള്ളതിനെ പറയണത് ഹാദ എന്ന് പറയും. ഹാദ ഹാദിഹി എന്നൊക്കെയാണ് പറയുക. ഹാദ കലം എന്ന് വെച്ചാൽ അതേ അടുത്തിരിക്കണ ഒരു പേന. ഇപ്പം ഹാദിഹി ബക്കറത്തുൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഹാദിഹി വന്നെന്താണ്? ബക്കറത്തുൻ സ്ത്രീലിംഗാണ്, പശു. അപ്പോൾ സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കാനായിട്ട് ഹാദിഹിയും അടുത്തുള്ള പുല്ലിംഗത്തിന് ഉപയോഗിക്കാൻ ഹാദായുമാണ് ഉപയോഗിക്കാം. ദൂരെയുള്ളതിന് ദാലിക്ക തിൽക്ക ഈ രണ്ട് വാക്കുകളാണ് ഉപയോഗിക്കുക. ദാലിക്ക എന്ന് പറയുന്നത് പുല്ലിംഗത്തിനും തിൽക്ക എന്ന് ഉപയോഗിക്കുന്നത് സാധാരണ സ്ത്രീലിംഗ രൂപത്തിനുമാണ്. അപ്പോൾ ഇവിടെ തിൽക്കർ റുസുലു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് റസൂലുകൾ ഒരിക്കലും സ്ത്രീകളല്ല അല്ലേ. നമുക്ക് ഹദീസിൽ നിന്നും ഖുർആനിൽ നിന്നും മനസ്സിലാകണത് എല്ലാ റസൂലുകളും പുരുഷന്മാരാണെന്നാണ്. എന്നിട്ടും അള്ളാഹു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തിൽക്ക എന്നാണ്. അപ്പോൾ ഈ റുസുൽ എന്ന് പറയണത് ജമ തക്സീർ എന്ന് പറയും. പ്ലൂരൽ തന്നെ കുറേ ടൈപ്പ് ഉണ്ട്. അതിലൊരു ടൈപ്പാണ് ജമ തക്സീർ. അപ്പോൾ ആ ജമ തക്സീർ ആയതുകൊണ്ടാണ് അതിൻ്റെ മുമ്പിൽ തിൽക്ക ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശരിക്കും തിൽക്ക എന്ന് വെച്ചാൽ അത് എന്നാണ് അർത്ഥം. അപ്പോൾ ആ പ്രവാചകന്മാർ, ആ റസൂലുകൾ, ഈ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുള്ള, അതായത് പറഞ്ഞല്ലോ താങ്കളും പ്രവാചകന്മാരിൽ പെട്ടവരാണെന്ന് പറഞ്ഞു. ആ പ്രവാചകന്മാരുടെ കാര്യമാണ് ഇനി പറയണം. ആ റസൂലുകൾക്ക് ഫളൽന, നാം ഫളൽ നൽകിയിരിക്കുന്നു. ഫളൽ നമുക്കറിയാം അല്ലേ, ശ്രേഷ്ഠത. നാം ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. ബഅ്ലുഹും അലാ ബഅ്ലിൻ, ചിലർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. അപ്പം അതിലെങ്ങനെയാണ് ശ്രേഷ്ഠത നൽകിയതെന്നാണ് അള്ളാഹു പറയണത്. മിൻഹും, അവരിലുണ്ട് ആര്? മൻ കല്ലം അള്ളാഹു, അള്ളാഹു സംസാരിച്ച ആളുകളുണ്ട്. അപ്പം ഈ റസൂലുകളിൽ തന്നെ അള്ളാഹു സംസാരിച്ച റസൂലുണ്ട്. അത് എല്ലാ പ്രവാചകന്മാരോടും അള്ളാഹു സംസാരിച്ചിട്ടില്ല. അപ്പം അതിൽ നമുക്ക് ഖുർആൻ മുഖേന നമുക്കറിയുന്നതാണ്
മൂസാ നബി അലൈഹിസ്സലാം. ഖുർആനിൽ അള്ളാഹു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സീനാ താഴ്വരയിൽ വെച്ച് അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് സംസാരിച്ചിട്ടുണ്ടെന്ന് അല്ലേ. മദിയനിൽ നിന്നും കുടുംബവുമായി തിരിച്ച് ഈജിപ്തിലോട്ട് വരുമ്പോൾ രാത്രി അവർ വരുമ്പോൾ ദൂരെ സീനാ പർവ്വതത്തിലൊരു വെളിച്ചം കാണാണ്. അപ്പോൾ തീ കാണുകയാണ്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഭാര്യനോട് പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയി ഒന്നില്ലെങ്കിൽ തീ കൊളുത്തിയിട്ട് വരാം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു വിവരം അവിടെ നിന്ന് കിട്ടും എന്ന് പറഞ്ഞിട്ട് പോയി നോക്കിയപ്പോൾ എന്താണ്, അവിടെ ചെന്നപ്പോൾ തീയല്ല, അള്ളാഹുവിൻ്റെ പ്രകാശമായിരുന്നു, അവിടെ ദിവ്യ പ്രകാശമാണ്. ആ പ്രകാശത്തിൽ കണ്ടപ്പോൾ അള്ളാഹു അവിടെ ചെന്നപ്പോൾ എന്താണ് പറഞ്ഞു, എന്താ മൂസ ആ ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞത്. അങ്ങനെ അള്ളാഹു സംസാരിക്കുന്നുണ്ട്. എന്താണ് നിൻ്റെ കയ്യിൽ നിന്നൊക്കെയാണ് ചോദിക്കുന്നത്. സൂറത്ത് ത്വാഹയിൽ ആ ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അള്ളാഹു സംസാരിച്ചിട്ടുള്ള ഒരാളാണ് മൂസാ നബി അലൈഹിസ്സലാം. പിന്നെ മിഅ്റാജിൻ്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സംസാരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ പിന്നെ പറഞ്ഞ എന്താണ്, വറഫഅ ബഅലഹും ദറജാത്ത്, അള്ളാഹു റഫ എന്ന് വെച്ചാൽ ഉയർത്തി എന്നാണ്. ബഅലഹും അവരിൽ ചിലരെ, ദറജാത്ത് പദവികൾ. അപ്പം ചിലരുടെ പദവികൾ അള്ളാഹു ഉയർത്തി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പം എന്താ, ഈ 1,24,000 നബിമാര് അമ്പിയാക്കൾ വന്നതിൽ കുറച്ചു പേരാണ് റസൂലുകൾ. അതിൽ തന്നെ കുറച്ചു പേരെ ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് മൂസാ നബി അലൈഹി സ്വലാമിന് കൊടുത്തിട്ടുള്ള കഴിവുകൾ, കൈ കക്ഷത്തിൽ വെച്ചെടുക്കുമ്പോൾ വെളുത്ത നിറായിട്ട് വരും, തിളങ്ങുമായിരുന്നു. അത് വടി കൊണ്ട് അടിച്ചപ്പോൾ പാറക്കല്ല് പൊട്ടി വെള്ളം ഒഴുകിയിട്ടുണ്ട്. ഈ വടി കൊണ്ട് തന്നെ അടിച്ചപ്പോൾ കടൽ പിളർന്നിട്ടുണ്ട്. പിന്നെ വടി നിലത്തിടുമ്പോൾ പാമ്പാവുന്നു. അതൊക്കെയാണ് മൂസാ നബി അലൈഹി സ്വലാമിന് കൊടുത്തിട്ടുള്ള പ്രത്യേകതകൾ. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നോക്കുമ്പോൾ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറയുന്നത് റഹ്മത്തുൻ ലിൽ ആലമീൻ എന്നാണ്. അത് വേറെ ഒരു പ്രവാചകനും കൊടുത്തിട്ടുള്ളത്. എല്ലാ ലോകർക്കുള്ള ഒരു കാരുണ്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നമുക്ക് നൽകിയത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഖാത്തമുൽ അംബിയ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം പ്രത്യേകതയാണ് അല്ലേ, അന്ത്യപ്രവാചകനാണ്. ഈ ബാക്കി എല്ലാ പ്രവാചകന്മാരും ഓരോ കാലഘട്ടത്തിലായിട്ടായിട്ട് വന്നിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകാവസാനം വരെയുള്ള പ്രവാചകനാണ്. അപ്പോൾ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിട്ടിയൊരു പ്രത്യേകതയാണ്. പിന്നെ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിട്ടുള്ള നബി ഏതാണ്, മൂസാ നബി അലൈഹി സ്വലാമാണ്. അതുപോലെ ഈസാ നബി അലൈഹി സ്വലാമിന് കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. എന്താ, മരിച്ച ആളുകളെ ജീവിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ജീവിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കളിമണ്ണ് കുഴച്ച് ഒരു പക്ഷിയുടെ രൂപം ഉണ്ടാക്കി അതിലൊന്ന് ഊതുമ്പോഴത്തേനും അതിന് ജീവൻ നൽകിയിട്ടുണ്ട്, ജീവനുള്ള പക്ഷിയായി മാറിയിട്ടുണ്ട്. പിന്നെ വെള്ളപ്പാണ്ടുള്ളവരെ തടവുമ്പോൾ അസുഖം മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മോചിതത്തുകൾ ഈസാ നബി അലൈഹി സ്വലാമിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു പലരെയും പലതരത്തിലാണ് ശ്രേഷ്ഠരാക്കിയിട്ടുള്ളത്. മൂസാ നബി അറിയപ്പെടുന്നത് എന്താണ്, കലീമുള്ള എന്നാണ്, അള്ളാഹു സംസാരിച്ച ആൾ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഖലീലുള്ള എന്നാണ്, അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ചങ്ങാതി എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അള്ളാഹു ഈ പ്രവാചകന്മാരിൽ തന്നെ പലർക്കും പലതരത്തിലുള്ള പദവികളാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഒരിക്കലും ഈ ഒരു പ്രവാചകന്മാരെ തമ്മിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും നമ്മൾ കാണാൻ പാടില്ല. നമുക്ക് എല്ലാ പ്രവാചകന്മാരും ഒരുപോലെയാണ്. ഇന്നൊരാൾ നല്ലതാണ്, അയാൾ കുറച്ചും കൂടി ഹയർ ലെവലാണ് എന്നൊന്നും പറയാൻ നമുക്ക് അവകാശമില്ല. അപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊരു സംഭവം ഉണ്ടായിരുന്നു. ജൂതന്മാരിൽ പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു, ലോകരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ മൂസാ നബി അലൈഹി സ്വലാം ആണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു സ്വഹാബിക്ക് അങ്ങനെ സഹിക്കാൻ പറ്റിയില്ല, അയാളെ ഒറ്റടിയെ കൊടുത്തു. അപ്പോൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിവരം അറിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇയാൾ ഭയങ്കര ആവേശത്തിൽ വന്ന് പറയാണ്, നബിയെ താങ്കൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഈ ജൂതൻ പറഞ്ഞെന്താണ്, മൂസാ നബി അലൈഹി സ്വലാമാണ് ലോകരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞു. അതെനിക്ക് ഒട്ടും സഹിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ അടിച്ചത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദേഷ്യം കൊണ്ട് മുഖം ചുമന്നു എന്നാണ് പറയണത്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞെന്താണ്, നിങ്ങൾ പ്രവാചകന്മാർക്കിടയിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും കൽപ്പിക്കാൻ പാടില്ല. എന്നിട്ട് ആ ഹദീസിൻ്റെ ബാക്കി ഇങ്ങനെയാണ് പറയണത്. മൂസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, കാഹളത്തിൽ ഊതും, അപ്പോൾ നമ്മളെല്ലാവരും മരിക്കും, ലോകം അവസാനിക്കും. അടുത്തൊരു കാഹളത്തിൽ ഊതുമ്പോൾ എന്താണ്, നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണീറ്റ് നോക്കുമ്പോൾ കാണുന്നത് എന്താണ്, മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ അർശ് പിടിച്ച് നിൽക്കുന്നതാണ് കാണുന്നതെന്നാണ് പറയണത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അന്ന് തൂർ പർവ്വതത്തിൽ വെച്ച് സംസാരിച്ചില്ല അള്ളാഹുവിനോട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിചാരണ കഴിഞ്ഞു പോയോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. അതല്ല, എന്നേലും മുമ്പ് മൂസാ നബി അലൈഹി സ്വലാമിനെയാണോ എഴുന്നേൽപ്പിച്ചതെന്ന് ഞാൻ ചിന്തിച്ചു എന്ന്. അതൊന്നും ഉത്തരം അറിയില്ല, അതൊക്കെ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുക എന്താണ്, നിങ്ങൾ പ്രവാചകന്മാർക്കിടയിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും നിങ്ങൾ കൽപ്പിക്കാൻ പാടില്ല. പിന്നെ ഈ ആയത്തിൽ പറയണത് ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിനു മുമ്പ് സംസാരിച്ച പ്രവാചകന്റെ പേര് അള്ളാഹുവിടെ പറഞ്ഞിട്ടില്ല അല്ലേ. ഈ അടുത്തതൊരു പ്രവാചകന്റെ പേരെടുത്തുകൊണ്ട് പറയാണ് അദ്ദേഹത്തിന് നൽകിയ ശ്രേഷ്ഠത എന്താണ്. ആത്തൈന നാം നൽകി,
ഈസബിന മറിയമിന്റെ പുത്രൻ ഈസാക്ക് നാം നൽകി, അൽ ബയ്യിനാത്ത് വ്യക്തമായ തെളിവുകൾ നൽകി, വ അയ്യദ്നാഹു അദ്ദേഹത്തെ നാം ബലപ്പെടുത്തുകയും ചെയ്തു, ബി റൂഹിൽ ഖുദുസ്. റൂഹ് എന്ന് വെച്ചാൽ എന്താണ്? ആത്മാവ് അല്ലെ. ഖുദുസ് എന്ന് വെച്ചാൽ പരിശുദ്ധമായതെന്നാണ്. അപ്പൊ പരിശുദ്ധാത്മാവിനെ കൊണ്ട് അദ്ദേഹത്തെ ഞാൻ ബലപ്പെടുത്തുകയും ചെയ്തു. ഈ റൂഹ് എന്നത് 2 രീതിയിലാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ആത്മാവ്, പിന്നെ ഒന്ന് ജിബ്രീൽ അലൈഹി സ്വലാമിനെയും റൂഹുൽ ഖുദുസ് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് അള്ളാഹു ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ആക്കാം, ജിബ്രീൽ അലൈഹി സ്വലാമിനെ കൊണ്ട് ഈസാ നബി അലൈഹി സ്വലാമിനെ ശക്തിപ്പെടുത്തിയെന്നാവാം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തന്നെ റൂഹിൽ നിന്നും ഊതിയിട്ടുണ്ടെന്നാണ്. ആദം നബി അലൈഹി സ്വലാമിനെ ഉണ്ടാക്കിയിട്ട് ഊതി എന്നാണ് പറഞ്ഞത്. അതെല്ലാ മനുഷ്യരിലും ഉണ്ട് അള്ളാഹുവിൻ്റെ ആ റൂഹ്. ഒന്നില്ലെങ്കിൽ അതായിരിക്കാം. അതുകൊണ്ടും ഈസാ നബി അലൈഹി സ്വലാമിനെ ശക്തിപ്പെടുത്തിയെന്ന്. ഇപ്പോൾ മറിയം അലൈഹി സ്വലാമിൻ്റെ അടുത്ത് ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് എന്താണ് കുട്ടി ഉണ്ടാണോ ഇവരൊക്കെ പറഞ്ഞല്ലേ. അത് കഴിഞ്ഞിട്ട് തൊട്ടിലിൽ കിടന്നപ്പോൾ സംസാരിച്ചു അല്ലെ. ഈസാ നബി അലൈഹി സ്വലാമിന് കൊടുത്തൊരു മോചിതത്താണത്. തൊട്ടിൽ കിടക്കണ പ്രായത്തിൽ തന്നെ ഈ മറിയം അലൈഹി സ്വലാമിനെ എല്ലാവരും ആക്ഷേപിച്ചു. മറിയമേ, നീ ഹാറൂൻ്റെ കുടുംബത്തിൽപ്പെട്ട മറിയമേ, നിന്റെ ഉമ്മ ഇങ്ങനെ മോശക്കാരിയല്ലല്ലോ, നിന്റെ പിതാവ് ഇങ്ങനത്തെ ഒരു മനുഷ്യനില്ലേ, നല്ല മനുഷ്യനിലായിട്ട് നീ എന്തിങ്ങനെ ആയിപ്പോയി എന്നൊക്കെ ചോദിച്ചപ്പോൾ മറിയം അലൈഹിസ്സലാം മൗനവ്രതമാണ് എടുത്തത്. എന്നിട്ട് കൈ ചൂണ്ടുക ചെയ്ത് തൊട്ടിലോട്ട് ചൂണ്ടി കാണിച്ചു. അപ്പോൾ ഈ തൊട്ടിൽ കിടക്കുന്ന ഈസാ നബി അലൈഹി സ്വലാമാണ് ഉത്തരം പറഞ്ഞത് അല്ലേ. അപ്പോൾ അതൊക്കെ അള്ളാഹു നൽകിയ ശ്രേഷ്ഠതകളാണ്. അപ്പോൾ തൊട്ടിലിൽ കിടന്നിട്ട് ഈസാ നബി അലൈഹി സ്വലാം എന്താ പറഞ്ഞത്? ഇന്നി അബ്ദുല്ലാ, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാകുന്നു എന്നാണ് പറഞ്ഞത്. താനിയൽ കിതാബ്, എനിക്ക് വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. വജ അലനി നബിയ, എന്നെ പ്രവാചകനാക്കിയിട്ടുണ്ട്. തൊട്ടിലിൽ കിടക്കുന്ന, സംസാരിക്കാൻ പോലും പ്രായമാവാത്ത ഒരു കൈക്കുഞ്ഞ് സംസാരിക്കുകയാണ്. അപ്പം അതൊക്കെ അള്ളാഹു നൽകിയ ശ്രേഷ്ഠതകളാണ്. അതാണ് റൂഹുൽ ഖുദുസ് കൊണ്ട് അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി എന്ന് പറയണത്. ഇനി ഈ ആയത്തിൻ്റെ അടുത്ത ഭാഗം പറയണത് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും സത്യവിശ്വാസികളാക്കാമായിരുന്നു എന്നാണ്. പക്ഷെ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഉദ്ദേശിക്കാത്തതുകൊണ്ട് എന്താണ്, കുറച്ചു പേര് വിശ്വസിച്ചു, കുറച്ചു പേര് അവിശ്വസിച്ചു. അള്ളാഹു ആ സ്വാതന്ത്ര്യം നൽകുകയാണ് മനുഷ്യന്, ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അങ്ങനെ കുറച്ച് വിശ്വാസികളും കുറച്ച് അവിശ്വാസികളും ആയതുകൊണ്ടാണ് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ, യുദ്ധങ്ങളും തർക്കങ്ങളും ശണ്ടകളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയണത്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ആശ്വാസം കൂടിയായിട്ടാണ് പറയുന്നത്. കാരണം പ്രവാചകൻ ഈ എന്താണ് ഇവരെ ദീനിലോട്ട് വിളിക്കുന്നത്. ഈ സൂറത്ത് എവിടെ അവതരിച്ചത്? മദീനത്ത് അവതരിച്ചതാണല്ലേ. മക്കത്തുനിന്ന് തുടങ്ങിയ പ്രബോധനമാണ്. എന്നിട്ട് വളരെ കുറച്ച് പേരാണ് മക്കത്തുനിന്ന് ദീനിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ആശ്വാസം കൂടിയായിട്ട് പറയാണ്, നബിയെ താങ്കൾ പ്രബോധനം ചെയ്താലും ഞാനിങ്ങനെ എല്ലാവരും സത്യവിശ്വാസികളാകാൻ തീരുമാനിച്ചിട്ടില്ല, അപ്പോൾ ഒരിക്കലും അവരാവൂല എന്നാണ് അള്ളാഹുവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വലൗഷ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മഖ്തതലല്ലദീന മിൻ ബഅദിഹിം, അവർ ശണ്ട കൂടുകയില്ലായിരുന്നു. ഇത് ഇവർ തമ്മിൽ യുദ്ധമോ തർക്കമോ ഒന്നും ഉണ്ടാവുകയുണ്ടായിരുന്നില്ല. ഇതിന് ശേഷം മിൻ ബഅദിഹിം, അവരുടെ ശേഷം, മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിനാത്ത്, അവർക്ക് വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിനു ശേഷം, ഈ ഓരോ പ്രവാചകന്മാർ വന്നതിന് ശേഷവും അവർക്ക് വ്യക്തമായ തെളിവുകൾ വന്നതിന് ശേഷവും ഇവർ തമ്മിൽ തല്ലുപിടിക്കാൻ ഉണ്ടാവില്ലായിരുന്നു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ. വലാക്കിൻ, പക്ഷേ, ഇഖ്തലഫു, അവർ ഭിന്നിച്ചു. എങ്ങനെയാണ് ഭിന്നിച്ചത്? ഫമിൻഹും, അവരിലുണ്ട് കുറച്ചു പേര്, മൻ ആമന, വിശ്വസിച്ച കുറച്ചു പേരും, മമിൻഹും, അവരിലുണ്ട്, മൻ കഫറ, അവിശ്വസിച്ചവരും. കുറച്ചു പേര് വിശ്വസിച്ചവരും ഉണ്ട്, കുറച്ചു പേര് അവിശ്വസിച്ചവരുണ്ട്. അങ്ങനെ ഇവർ ഭിന്നിച്ചു. വലൗഷ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മഖ്തതലു, അവർ ശണ്ട കൂടുകയില്ലായിരുന്നു. വലാക്കിൻ അല്ലാഹ, എങ്കിലും അള്ളാഹു യഫ്അലു മാ യുരീദ്, അള്ളാഹു ഉദ്ദേശിക്കുന്നതാണ് അവൻ പ്രവർത്തിക്കുന്നത്. അപ്പം അള്ളാഹു അങ്ങനെ അവരെല്ലാവരെയും സത്യവിശ്വാസികളാകാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് ഈ ആയത്തിൽ പറയണത്. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു നമ്മളോട് അള്ളാഹു നൽകിയതിൽ നിന്നും ചെലവഴിക്കാനാണ് പറയണത്. കുറച്ച് മുമ്പത്തെ പറഞ്ഞ എന്തായിരുന്നു? യുദ്ധത്തിനെ കുറിച്ചിട്ടായിരുന്നു അല്ലേ. അതിന് തൊട്ട് മുമ്പ് പറഞ്ഞ സംഭവത്തിൽ യുദ്ധത്തിനുള്ള ആഹ്വാനമാണ്, യുദ്ധത്തിലോട്ട് ക്ഷണിക്കുക ചെയ്തത്. അപ്പോൾ എവിടെ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴും അള്ളാഹു അതിനോട് ചേർത്തുകൊണ്ട് തന്നെ ധനം ചെലവാക്കാൻ പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? യുദ്ധത്തിന് ധനം ചെലവാക്കേണ്ട ആവശ്യകത ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ അള്ളാഹു പറയണത് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയണത്, യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ, അംഫിഖു, നിങ്ങൾ ചെലവഴിക്കുക, മിമ്മാ റസഖനാക്കും, അത് നമ്മൾ ശ്രദ്ധിക്കണേ. അള്ളാഹു പറയാണ് നാം നൽകിയതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കണം. ഒരിക്കലും നമ്മളുടെ സ്വത്തിൽ നിർത്ത് കൊടുക്കാൻ അള്ളാഹു പറയില്ല. അത് അള്ളാഹു നമ്മൾ ഓർമ്മിപ്പിക്കണം, ഒരിക്കലും നിങ്ങളുടെ അല്ല ഇത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്, അള്ളാഹു നൽകിയ സ്വത്താണത്.
അല്ലേ? എന്താണ് ഇത്ര പ്രത്യേകത? അള്ളാഹു നമുക്ക് തന്നോളണം എന്നല്ലേ? അള്ളാഹുവിൻ്റെ ഔദാര്യമായിട്ട് കുറച്ച് പേർക്ക് സമ്പത്ത് അധികം കൊടുത്തിട്ടുണ്ടാവും, കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ കൊടുത്തിട്ടുള്ളവർ വലിയ ആൾക്കാരായിട്ട് കൊണ്ടൊന്നല്ല, അള്ളാഹുവിൻ്റെ ഫളല് കൊണ്ടാണ് നമുക്ക് ആ സമ്പത്ത് കിട്ടിയിട്ടുള്ളത്. ഒരിക്കലും നമ്മളുടെ കഴിവ് കൊണ്ടോ ഞാൻ പണിയെടുത്തിട്ടാണെന്നോ ഒന്നും ആരും വിചാരിക്കേണ്ട. എത്രയോ കഴിവുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ എത്രയോ പണിയെടുക്കുന്ന ആളുകളുണ്ട് സമ്പത്ത് അധികം സമ്പാദിക്കാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് അള്ളാഹു നൽകിയതാണ്, അള്ളാഹു എന്നുള്ള ഔദാര്യമാണ്. അപ്പോൾ അള്ളാഹു പറയാണ്, ഞാൻ നൽകിയതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുക. മിൻ ഖബലി, മുൻപായിട്ട്. എന്തിനു മുമ്പായിട്ട്? എത്തിയ യൗമുൻ, ഒരു ദിവസം വരുന്നതിന് മുമ്പായി. ആ ദിവസത്തിൻ്റെ പ്രത്യേകത പറയാണ് കേട്ടോ. ഇനി ലാ ബൈഉൻ, ഒരു കച്ചവടവും ഒന്നും നടക്കൂല, ഫീഹി, അതിൽ, ആ ദിവസത്തിൽ ഒരു കച്ചവടവും നടക്കൂല. അല്ലേ? നമുക്ക് പൈസ കിട്ടണം എങ്ങനെയാണ്? എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കുമ്പോഴാണല്ലേ നമുക്ക് പൈസ കിട്ടും. ഒരു കച്ചവടം നടക്കുമ്പോൾ, ക്രയവിക്രയം നടക്കുമ്പോഴാണ് നമുക്ക് പൈസ കിട്ടണേ. അപ്പം ആ ദിവസത്തിൽ യാതൊരു വക കച്ചവടവും അവിടെ നടക്കൂല. വല ഹുല്ലത്തുൻ, ഹുല്ലത്ത് എന്ന് വെച്ചാൽ ചെങ്ങാത്തം. ഒരു ചങ്ങാത്തവും അവിടെ നടക്കൂല. എന്താണ് നമുക്കിപ്പോൾ ഈ ലോകത്ത് എങ്ങനെയാണ്? നമുക്കൊരാവശ്യം വന്നാൽ നമ്മുടെ ഒരു ഫ്രണ്ടിനോട് ചോദിക്കാം, അല്ലേ? പൈസ നമ്മളെ സഹായിക്കാൻ പലതരത്തിലുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ചങ്ങാത്തവും നടക്കാത്ത ദിവസമാണ്. വലാ ഷഫാഅത്തുൻ, ഒരാളുടെ ശുപാർശയും നടക്കൂല. നമ്മുടെ ഈ ലോകത്ത് നടക്കുമല്ലേ ശുപാർശയൊക്കെ? ആരെങ്കിലും ഒന്ന് റെക്കമെൻഡ് ചെയ്താൽ നമ്മുടെ കാര്യമൊക്കെ നടക്കും. പക്ഷെ അവിടെ അതൊന്നും നടക്കൂല. ഇതൊന്നും ഇല്ലാത്തൊരു ദിവസത്തിന് മുമ്പായിട്ട്, ആ ദിവസം വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെലവഴിക്കണം എന്ന് ആരോടാ പറയണേ? സത്യവിശ്വാസികളോടാണ് പറയണേ. വൽ കാഫിറൂന, അവിശ്വാസികൾ ഹുമുല്ലാലിമുൻ, അവർ അക്രമികളാകുന്നു എന്ന്. അവർ അക്രമികൾ തന്നെയാണ്. അപ്പോൾ അവരെ കുറിച്ചിട്ടല്ല അള്ളാഹു പറയണത്. സത്യവിശ്വാസികളെ നിങ്ങൾ ഞാൻ നൽകിയതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കണം എന്നാണ് പറയണത്. പിന്നെ അടുത്ത ആയത്തിൽ കുർസിയാണ്. നമ്മളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു ഓഡിയോ ചെയ്തതാണ്. അപ്പോൾ അത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല, അല്ലേ? അത് കഴിഞ്ഞിട്ടുള്ള ആയത്ത് നമുക്ക് നോക്കാം. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها വല്ലാഹു സമീഉൻ അലീം. ഈ ആയത്തിൽ അള്ളാഹു പറയണത് ആരെയും മതത്തിലോട്ട് നിർബന്ധിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നാണ് പറയണത്. മതത്തിൽ യാതൊരു തരത്തിലുള്ള നിർബന്ധവുമില്ല. എന്താണ് അങ്ങനെ പറയാൻ കാരണം? കത്, തീർച്ചയായും, തബയ്യന, നമ്മുടെ കത് തബയ്യന എന്നാണ് നമ്മൾ ഓതുമ്പോൾ കത്ത് തബയ്യന എന്നാണ് ഓതുക. കാരണം ദാലും താവും ഒരേ മഹ്റജിൽ നിന്ന് വന്ന അക്ഷരം, അടുത്തടുത്തുള്ള മഹ്റജ് ആയതുകൊണ്ട് അതിനെ ഒരുമിച്ചാണ് പറയുക. കത്ത് തബയ്യന റുഷ്ദു. അപ്പോൾ നമ്മൾ കത് എന്ന് വെച്ചാൽ തീർച്ചയായും കഴിഞ്ഞു എന്നാണ് അർത്ഥം. തബയ്യന, ബയ്യന എന്ന് വെച്ചാൽ എന്താണ്? വ്യക്തമായിട്ടുണ്ട്. അപ്പം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. റുഷ്ദ്, നേർമാർഗം. മിനൽ ഗൊയ്യ്, ദുർമാർഗത്തിൽ നിന്നും. അപ്പം ഏതാണ് നേർമാർഗമെന്നും ഏതാണ് ദുർമാർഗമെന്നും കൃത്യമായി വ്യക്തമാക്കി തന്നിട്ടുണ്ട്. പിന്നെ ആരെയും നിർബന്ധിച്ച് മതത്തിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. വമൻ യക്ഫുർ, ഒരാൾ അവിശ്വസിച്ചു. എന്തിന്? ബിത്താഗൂത്തി, ദുർമൂർത്തികളെ ഒക്കെ. അതായത് അള്ളാഹു അല്ലാതെ ബാക്കി ഇലാഹുകളാണെന്ന് പറഞ്ഞാണ്. ബാക്കി എല്ലാത്തിനെയും ഇയാൾ അവിശ്വസിച്ചു. വയുമിൻ ബില്ലാഹി, അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനത്തെ ഒരാൾ ഫഖദിസ്തംസക, അയാൾ മുറുകെ പിടിച്ചിരിക്കുന്നു. ബിൽ ഉറുവത്തിൽ വുസ്ക, ഏറ്റവും ബലവത്തായ പിടിക്കയറിനെയാണ് അയാൾ മുറുകെ പിടിച്ചിരിക്കുന്നത്. ലം ഫിസ്വാമലഹ എന്ന് വെച്ചാൽ അതൊരിക്കലും അറ്റുപോവുകയില്ല. അതായത് അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ച് ബാക്കിയുള്ള ദുർമൂർത്തികളെല്ലാം അവിശ്വസിച്ച് അതൊന്നും ശരിയല്ല എന്ന് വിശ്വസിക്കണ ഒരാൾ മുറുകെ പിടിച്ചിരിക്കുന്നത് ഏറ്റവും ബലവത്തായ കയറിനെയാണ്. അയാൾ അതൊരിക്കലും അറ്റുപോകൂല, മുറിഞ്ഞു പോവുകയില്ല. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ് എന്നാണ് പറയണത്. ഈ ആയത്ത് അവതരിക്കാനുള്ളൊരു കാരണം പറയണത്, മുമ്പ് മദീനക്കാരായ അൻസാരികളിൽപ്പെട്ട ചില ആളുകൾ, അവരുടെ മക്കൾ യഹൂദ മതമോ ക്രിസ്തു മതമോ സ്വീകരിച്ച ആളുകളായിരുന്നു. അപ്പോൾ ഈ മക്കളെ ഈ ദീനിലോട്ട് കൊണ്ടുപോയി ഇസ്ലാം മതം സ്വീകരിക്കാനായിട്ട് ഇവർ നിർബന്ധിക്കാറുണ്ടായിരുന്നു. ആ അവസരത്തിലാണ് ഈ ആയത്ത് അവതരിച്ചതെന്നാണ് പറയുന്നത്. ഈ മതം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേ കാണുന്ന ഒരു ബാഹ്യമായ പ്രകടനം മാത്രമല്ല, അല്ലേ? ഉള്ളിൽ നിന്നുള്ളൊരു വിശ്വാസമാണ് വേണ്ടത്. അപ്പോൾ നമ്മളൊരാളെ എങ്ങനെ നിർബന്ധിച്ചു കൊണ്ടുവന്നാലും ആ വിശ്വാസം ഉണ്ടാവില്ല. പുറമേ മറ്റുള്ളവരെ കാണിക്കാൻ ചിലപ്പോൾ മുസ്ലിമായി നടക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഒരിക്കലും ആ വിശ്വാസം ഉള്ളിൽ വരൂല. അതുകൊണ്ടാണ് പറയണത്, അള്ളാഹു എല്ലാ തെളിവുകളും നമുക്ക് നൽകിയിട്ടുണ്ട്. നല്ല മാർഗ്ഗം ഏതാണ്, ചീത്ത മാർഗ്ഗം ഏതാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ആർക്കാണ് മനസ്സുള്ളത് അവർ നല്ല രീതിയിലോട്ട് വരട്ടെ, മതം സ്വീകരിക്കട്ടെ. അല്ലാണ്ട് ആരെയും നിർബന്ധിച്ച് കൊണ്ടുവരണ്ടെന്നാണ് ഈ ആയത്തുകൊണ്ട് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. അത് എല്ലാ കാലത്തും പ്രസക്തമാണല്ലേ. നമ്മളൊരാളെ ഇനി എങ്ങനെയൊക്കെ നിർബന്ധിച്ച് കൊണ്ടുവരാൻ നോക്കിയിട്ടും കാര്യമില്ല, അവരുടെ ഉള്ളിൽ തന്നെ തോന്നണം.
അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? റസൂലുകളെ കുറിച്ചിട്ടാണ്. അള്ളാഹു ചിലർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓരോ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഒരിക്കലും എന്താണ്, നമ്മൾ ഒരു പ്രവാചകന്മാർക്കിടയിലും വ്യത്യാസം കൽപ്പിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരും സത്യവിശ്വാസികളായി പോയനായിരുന്നു. പക്ഷെ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹു നമുക്ക് സ്വാതന്ത്ര്യം നൽകുക ചെയ്തിട്ടില്ല, ഇഷ്ടമുള്ളത് തീരുമാനിക്കാനായിട്ട്. അതുകൊണ്ട് വിശ്വാസികളും ഉണ്ട്, അവിശ്വാസികളും ഉണ്ട്. അതുകൊണ്ടാണ് പലതരത്തിലുള്ള തർക്കങ്ങളും ഈ ആളുകൾക്കിടയിൽ ഉണ്ടാവണേന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബിയെ താങ്കൾ വിഷമിക്കൊന്നും വേണ്ട, അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അതാണ് നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ എന്താണ്, നമ്മൾ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് ഞാൻ നൽകിയതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കണം ഒരു ദിവസം വരുന്നതിന് മുമ്പായിട്ട്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു. അന്നൊരു കച്ചവടം അവിടെ പോയാൽ നടക്കൂല, ഒരു ചങ്ങാത്തോ നടക്കൂല, പിന്നെന്താ ഒരാളുടെ ശുപാർശ നടക്കൂല. അങ്ങനെ ഒരു ദിവസം വരണതിന് മുമ്പ് നിങ്ങൾ ചെലവഴിച്ചു എന്നാണ് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയണത്. പിന്നെ ആയത്തിൽ കുർസി, ഏറ്റവും ആളമോ ആയത്തായ ആയത്തിൽ കുർസിയാണ് പിന്നത്തെ ആയത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞെന്താണ്, മതത്തിലൊരിക്കലും നിർബന്ധം ചെലുത്തലില്ല. അള്ളാഹു കൃത്യമായി വ്യക്തമാക്കി തന്നിട്ടുണ്ട് ഏതാണോ നല്ല വഴി, ഏതാണോ ചീത്ത വഴി എന്നൊക്കെ തെളിവുകളോടുകൂടി തന്നെ അള്ളാഹു നമുക്ക് ഓരോ പ്രവാചകന്മാർ മുഖേന നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഇനി ആരെയും നിർബന്ധിച്ച് മതത്തിലോട്ട് കൊണ്ടുവരണ്ട. ഒരാൾ അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ച് ബാക്കിയുള്ള എല്ലാ ദുർമൂർത്തികളെയും അവിശ്വസിച്ചുകൊണ്ട് അള്ളാഹുൽ വിശ്വസിച്ച് ഒരാളുണ്ടെങ്കിൽ അയാൾ മുറുകെ പിടിക്കുന്നത് ഏറ്റവും ബലവത്തായ കയറാണ്. അയാൾ രക്ഷപ്പെട്ടു എന്നർത്ഥം അല്ലേ. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പേജ് അവസാനിക്കുന്നത്. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം. അപ്പോൾ നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.